അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ലൈവ് കൗൺസിലിങ്ങിലൂടെ നമ്മൾ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉമ്മമാരുടെ വിഷമങ്ങൾ, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ആഴ്ചയിൽ ഭർത്തൃ മാതാവിൻ്റെ വേദനകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം മരുമക്കളുടെ പ്രശ്നങ്ങളാണ്. മരുമകൾക്കും പറയാനുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ടോപ്പിക്. സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഇതിൻ്റെ ആദ്യ പോസ്റ്റർ വന്നത് മുതൽ ഇപ്പോൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് വരെ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു എപ്പിസോഡ് കൊണ്ട് തീർക്കാൻ സാധിക്കുന്ന അത്ര ചോദ്യങ്ങളല്ല ഇതുവരെ വന്നത് തന്നെ. എങ്കിലും ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാവരുടെയും പ്രശ്നങ്ങൾ എടുക്കാനും ചർച്ച ചെയ്യാനും തന്നെയാണ് നാം ശ്രമിക്കുന്നത്. മൗലവി, ഇതിലൊരു സംശയമുള്ളത്, സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വന്നു. ഇപ്പോൾ യുവ പ്രായത്തിലുള്ള കൗമാരപ്രായത്തിലുള്ള ആളുകളായതുകൊണ്ട് കൂടുതൽ മൊബൈലും മറ്റൊക്കെ ഉപയോഗിക്കും, എഴുതാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത കൊണ്ടാണോ ഇങ്ങനെ ചോദ്യങ്ങൾ കൂടുതൽ? അതല്ല അതിനു മാത്രം കൂടുതൽ പ്രശ്നങ്ങൾ മരുമക്കൾ അനുഭവിക്കുന്നത് കൊണ്ടാണോ? എന്തറിയോ, എല്ലാ രംഗത്തും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പം മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ച പോലെ ഇന്ന് ജീവിക്കണത്. അതിലൊക്കെ ഒരു റൊമാൻറ്റിക്കായി വളരെയധികം ആ ജീവിതമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോണത്. പക്ഷേ ഈ വീട്ടിലുള്ള ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോധവൽക്കരണങ്ങളോ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സാരമായി സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും വായിക്കുമ്പോൾ ശരിക്കും മനസ്സ് തട്ടി എഴുതുന്നതാണ്. എനിക്ക് തോന്നുന്നത് നന്നായി ഭാഷ അറിയുന്ന അതേപോലെ തന്നെ നന്നായ സാഹിത്യ കഴിവുള്ള ഒരാൾക്ക് പോലും എഴുതാൻ പറ്റില്ല. കാരണം അവനവൻ്റെ പ്രശ്നങ്ങളെ, നൊമ്പരങ്ങളെ വാചകങ്ങളാക്കി എഴുതുമ്പോൾ ആ എഴുത്തുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പച്ചയായിട്ടാണ് വായിച്ചാൽ തന്നെ ഇത്രമാത്രം പ്രയാസങ്ങൾ ഒരു മരുമകൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ചിന്തിച്ചു പോകും. അത്ര വേദനകൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് കാണുന്നത്, ഇപ്പോൾ ഒരാളൊരു വിവാഹം കഴിക്കുന്നതോട് കൂടെ ആ വിവാഹത്തിലൂടെ അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടല്ലോ. അവരൊരു പുതിയ കുടുംബം ജനിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിന് എന്തുണ്ട്, ചില സ്വകാര്യതകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യമാണ് ആ കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ് നേരെ എന്താണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതോടു കൂടെ ആ വീട്ടിലെ ഒരു മെമ്പറായി പുതിയൊരു മെമ്പർ കൂടെ വരുന്നു എന്നേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അവിടെ ഒരിക്കലും എന്തില്ല, സ്വതന്ത്രമായൊരു ജീവിതത്തിനുള്ളൊരു അനുവാദം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ വേദനകൾ വായിക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഒന്നും പോകാൻ സമ്മതിക്കണില്ല, പുറത്തിറങ്ങാൻ സമ്മതിക്കണില്ല, അല്ലെങ്കിൽ ഭർത്താവ് കൂടല്ല, ഇവിടെ ഉപ്പയുണ്ട്, വയസ്സായ ഉമ്മ ഉണ്ട്, അവരെ ഒന്ന് ഇട്ടിച്ച് പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതം സാധ്യമാകുന്നില്ല എന്നാണ് ആ പെൺകുട്ടികളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇനി മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഈ വേദനകളൊക്കെ പങ്കുവെക്കാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് പറയുന്നത് എന്താണ്, വീട്ടിലെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, അയാൾ ഇതുവരെ ജീവിച്ച വീടിനെക്കുറിച്ചാണ് പറയുന്നത്. അയാൾ നിസ്സഹായനാണ്. അപ്പോൾ ആ നിസ്സഹായതയും കൂടി ആകുമ്പോൾ എന്ത് ചെയ്തു, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു കാലത്തും പരിഹാരമില്ല എന്ന മനോവേദനയിൽ ജീവിക്കുകയാണ് ഈ പെൺകുട്ടികളും ഒക്കെ. ഇതിൽ വലിയ വേദന ഭർത്താക്കന്മാർ അനുഭവിക്കുന്നുണ്ട്. നമ്മളിതിനെ എതിരായിട്ട് പറയണില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയണം എല്ലാവർക്കും. അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഭർത്താവിന് കഴിയണം. അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് പറ്റണം. അവളുടെ ഭാഗത്ത് ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റണം. ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ അനിവാര്യമായ ആവശ്യങ്ങൾ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യനെ താമസിപ്പിക്കുക, ഞങ്ങളൊന്ന് പുറത്തു പോവുക, ഞങ്ങളൊന്ന് സന്തോഷിക്കുക, നമ്മളെ കുട്ടികളെ കൂട്ടി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് തടസ്സം? വീട്ടിൽ വയസ്സായ വാപ്പുണ്ട്, ഉമ്മുണ്ട്, അവർ രോഗികളാണ്,
അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല, ഉമ്മക്ക് പുറത്ത് പോകണം ഇഷ്ടമല്ല, ഇതൊക്കെയല്ലേ കാര്യങ്ങൾ പറയാൻ. ഇപ്പോൾ ഞാൻ വെറുതെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറയണം. ഇപ്പോൾ എൻ്റെ ഒരു പെങ്ങൾ, അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തേ ഉള്ളൂ, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവളുടെ ഉപ്പക്കും ഉമ്മക്കും അസുഖങ്ങളായി. നോക്കാൻ ഒരാൾ നിർബന്ധമായും വേണ്ട ഒരവസ്ഥ വന്നു. ഉള്ളത് ഒരു ഏക മകൾ മാത്രം. അപ്പോൾ ആ വീട്ടുകാർ പിന്നെ മരുമകനോട് പറയാണ്, മോനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇവിടെ, അതുകൊണ്ട് അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ, ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ, നിങ്ങൾ സൗകര്യം ഉണ്ടാകുമ്പോഴൊക്കെ ഇവിടെ വരികയും ഞങ്ങളിനി വേറെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ എന്ത് ചെയ്യും? ആ വാപ്പാനും ഉമ്മാനും നോക്കാനും വീട്ടിലെ സേവനം ചെയ്യാനുമൊക്കെ ഭാര്യമാരെ വിട്ടുകൊടുക്കുന്നവർ എത്ര പേരുണ്ടായിരിക്കും. അപ്പോൾ അവരെന്താ പറയുക, ഇവിടെ ആളില്ല, ഇവിടെ കുട്ടികളില്ലേ, ഇവിടെ മക്കളില്ലേ, ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ഭക്ഷണത്തിന് എന്താ ചെയ്യുക എന്ന 100 കൂട്ടം ചോദ്യം ആ മരുമകന് ചോദിക്കാനുണ്ടാവില്ലേ? ഇതാരെ നോക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ്? സ്വന്തം വാപ്പനെയും ഉമ്മനെയും നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥാനത്ത് എന്ത് ചെയ്യാണ്? വാപ്പനെയും ഉമ്മയും നോക്കുക എന്ന ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയെ എന്താണ് തടഞ്ഞു വെക്കുക, തടങ്കലിൽ പാർപ്പിക്കുക, അവളുടെ കുടുംബജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കാതിരിക്കുക. ഇത് ന്യായമാണോ? അങ്ങനെയെങ്കിൽ അത് ന്യായമല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ന്യായാന്യായങ്ങൾ നോക്കിയിട്ടല്ല. ഇതെന്താണെന്ന് വിചാരിച്ചാൽ പൊതുവേ ഈ വീട്ടിൻ്റെ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തീരുമാനമെടുക്കാൻ പുരുഷന് പറ്റണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അയാൾക്ക് കീഴിൽ വരുന്ന പെൺകുട്ടി ജീവിതത്തിൽ കഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ വീടിൻ്റെ അധികാരങ്ങൾ പൊതുവേ എന്തായിരിക്കും? ഉമ്മമാരിൽ നിക്ഷിപ്തമായിരിക്കും. വാപ്പുണ്ടെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ ആരാ കൈകാര്യം ചെയ്യുക? അതുകൊണ്ട് തന്നെ അവിടെ ആര് വന്നാലും എന്താണ്, അവർ പറയുന്ന സേവനങ്ങൾ ചെയ്യുക എന്നതിലപ്പുറത്തേക്കൊരു എൻട്രി സ്വാഭാവികമായും വീട്ടിൽ കിട്ടൂല. അപ്പോൾ ഒരു വീടിൻ്റെ ഭാഗം എന്നൊരു ഫീലിംഗ് ഒരിക്കലും ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവണില്ല. ജോലിയൊക്കെ ചെയ്തു നോക്കാം, ഞാനും ഈ വീട്ടിലൊരു അംഗമാണ്, എനിക്കിഷ്ടമുള്ളത് ഇവിടുന്ന് ഭക്ഷിക്കാം, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാം, എനിക്കിഷ്ടമുള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കാം എന്ന ഒരു അടുക്കള സ്വാതന്ത്ര്യം അവർക്ക്, അതൊരു കൺട്രോളിലാണ് പോകുന്നത്. ഇപ്പം നീ അലക്കിയാൽ മതി, ഇപ്പം നീ ബാത്റൂം കഴുകിയാൽ മതി, ഇപ്പം നീ പാചകം ചെയ്താൽ മതി എന്ന ഒരു കൺട്രോളിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നവൾ മാത്രമാണ് അവൾ ഒരിക്കലും വീടിൻ്റെ ഭാഗമല്ല. അവൾക്കൊരു സ്വാതന്ത്ര്യമില്ല. വാപ്പനെയും ഇവനെയൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വാപ്പനോടൊന്ന് വരിയെന്ന് പറയാൻ പറ്റൂല. നിങ്ങളൊന്ന് വരും വാപ്പ, ഞാനൊന്ന് അവിടെ വന്ന് 2 ദിവസം നിൽക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുമ്പോൾ എത്രയോ പെൺകുട്ടികളുടെ കുടുംബജീവിതം ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പുരുഷന്മാർക്കും അറിയില്ല, അതേപോലെ തന്നെ ഈ മരുമകൾ എന്ന് പറയുന്ന അവർക്കും അറിയില്ല. നേരെ മറിച്ച് അത് അവർക്ക് അറിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ മാന്യമായി ജീവിച്ചു പോകാൻ പറ്റും, ഒരു സംശയമല്ല. നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രായോഗികമാണെന്ന് മനസ്സിലാവും ആളുകൾക്ക്. നമ്മൾ വന്ന ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ചെറിയൊരു കാര്യം സൂചിപ്പിക്കുക. പീസ് റേഡിയോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ അതിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിന്ന് ലൈവ് കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഇതിലേക്ക് ചോദ്യങ്ങൾ അയക്കാം. ഇന്നത്തെ ചോദ്യം മാത്രമല്ല, ഏത് ദിവസത്തേക്കുമുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. അത്രയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലൈവ് ലിങ്കുകൾ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇത് ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പീസ് റേഡിയോയിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൈവായി ഇത് മറ്റു മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ലൈവ് ലിങ്കുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിൽ എൻ്റെ അമ്മായിയമ്മ വിവാഹം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ ഭംഗിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികം കുറവായ ഒരു വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടാവാം ഉമ്മ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉമ്മയെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. പക്ഷേ മറ്റു മരുമക്കളെപ്പോലെ ഉമ്മ എന്നെ പരിഗണിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയാൽ? ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഉമ്മനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി വിചാരിക്കുന്നത്. അവരാദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. എന്തോ ഒരു കാലം വരുമ്പോൾ, ഒരു സമയം വരുമ്പോൾ ഇവരൊക്കെ മാറും എന്നാണ് വിചാരിക്കുന്നത്. അവരൊരിക്കലും മാറില്ല. കാരണം ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ഒരനുഭവം ഉണ്ടല്ലോ, അതിപ്പോൾ അവരാരെ കുറിച്ചാണോ പറയണത്? ആ അമ്മായിമ്മ.
ഇതേ പ്രായമുള്ളൊരു മകൾ അവർക്കുണ്ട് എന്ന് വിചാരിക്കുക. ആ മകള് നമുക്ക് തന്ന ഈ ചോദ്യം, ഈ സങ്കടം ഈ ഉമ്മനോട് വന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതൊക്കെ മനസ്സിലാവൂലേ? മനസ്സിലാവൂലേ ശരിക്ക്? ഇതേ പ്രായത്തിൽ അവർക്ക് കെട്ടിച്ചൊരു മകളുണ്ട്, അവൾ വീട്ടിൽ നിന്ന് പറയുകയാണെന്ത്, ഉമ്മ എൻ്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം വായിച്ചാൽ ഈ ഉമ്മക്ക് മനസ്സിലാവൂലേ? എന്നിട്ട് എന്താ ഈ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാവാത്ത? അപ്പോൾ അത് അവർക്ക് മനസ്സിലാവില്ല. അപ്പം അത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നതും അത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നിടത്തുമാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം. അവരുടെ മാറ്റത്തെ കാത്തിരിക്കണം. ഇവരവർ മാറുന്നതിനെ പറ്റി കാത്തിരിക്കേ വേണ്ട. ഇതെന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ ഓരോന്ന് ചോദിക്കും, ഓരോന്ന് പറയും. അവരൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നു ഒക്കെ നമ്മൾ കേൾക്കും. അത് ഇവർക്ക് അതിനുള്ളൊരു ബുദ്ധി ഇല്ലാത്ത എൻ്റെ ഇടല്ല എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യരുത് വെച്ചാൽ, നമ്മൾ ഒരു വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ്, എൻ്റെ വീട്ടിൽ താമസിച്ചതുപോലെ ഞാൻ ഇയാളുടെ ഭാര്യ ആയിരിക്കുമ്പോൾ ഇവിടെ താമസിക്കാൻ എനിക്കെന്തുണ്ട്, അധികാരമുണ്ട്. അതായത് എൻ്റെ ഭർത്താവ് എനിക്ക് താമസിക്കാൻ ഒരിടം തരണം. അത് ഭർത്താവിൻ്റെ എന്താണ്, ചുമതലയാണ്. ഭക്ഷണം നൽകുന്ന പോലെ, അതേപോലെ തന്നെ വസ്ത്രം നൽകുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എനിക്ക് ഹക്കായി അവകാശപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആദ്യം മരുമക്കൾ മനസ്സിലാക്കണം. അവർ വലിഞ്ഞു കയറി വന്നവരല്ല, മനസ്സിലായി? അവർ അവിടെ എന്താണ് ഒരു അധികപ്പറ്റായി വന്നതല്ല, മറിച്ച് എന്താണ്, വിവാഹം കഴിച്ച് മാന്യമായൊരു കുടുംബത്തിൽ നിന്ന് മഹർ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ തീരുമാനം എന്താണ്, ഇവിടെ താമസിക്കണം എന്ന്. അപ്പോൾ അവൾക്ക് അയാൾ നിശ്ചയിച്ചു കൊടുത്ത താമസ സ്ഥലം, അതൊരു ഫ്ലാറ്റിലാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം. ഞാൻ അവളെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം. അല്ല ഗൾഫിൽ അയാൾ റൂമിലാണെങ്കിൽ ആ നിശ്ചയിച്ച സ്ഥലം തൻ്റെ സ്വന്തം വീട് പോലെ തനിക്ക് അധികാരപ്പെട്ടൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ എന്തോ ഒരു ഔദാര്യത്തിൽ ജീവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ അപകർഷത. പിന്നെ അവിടെ ഉമ്മനെപ്പോലൊരു അവകാശം എനിക്കുമുണ്ട്, എൻ്റെ ഭർത്താവിനെ പോലൊരു അവകാശം എനിക്കുമുണ്ട് എന്നെന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത്തരത്തിലെ സംസാരങ്ങൾ ഇതൊന്നും ന്യായമല്ലല്ലോ. നീ ചൊറുക്കില്ല, നീ ഭംഗിയില്ല, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എന്തല്ല, ശരിക്കും തൻ്റെ ഇടത്തോടെ പറയുന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത്തരം സംസാരങ്ങളും കാര്യങ്ങളും പറയുന്നവർക്ക് വില കൊടുക്കാതിരിക്കും. ആ സംസാരങ്ങൾ മുഖവിലക്കെടുക്കുകയേ ചെയ്യരുത്. അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവർ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും, ഇവരിത് എടുക്കും, എന്നിട്ട് അതിൽ വിഷമിക്കും. ആ ഒരു വാക്ക് ആലോചിച്ച് വിഷമിച്ചിരിക്കും. എന്താ ഒരു കാര്യമുള്ളത്? പിന്നെ ഇപ്പോൾ ഇവരിത് പറയാതിരിക്കണം എന്നാണ്. അവരിത് പറയാതിരിക്കില്ല. അവരവരുടെ മക്കളെ പറയില്ലല്ലോ, ഇവളെ ഭർത്താവായ മോനെ പറയില്ലല്ലോ. മോനെ പറയില്ല. ഇവളോട് പറയുന്ന പോലെ മോനോട് പറയില്ലല്ലോ. അത് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് മകനാണ്, അവർക്ക് ജനിച്ചതാണ്, മറ്റത് അവൾക്ക് ജനിച്ച മകളാണ്. ഇത് ആർക്കോ ജനിച്ച ഒരാളെ അയാളുടെ ഭാര്യ കൊണ്ടുവന്നു വീട്ടിൽ. അവരോട് ഒരിക്കലും ഇവർക്ക് എന്തില്ല, ഒരു രക്തബന്ധമില്ല, കുടുംബ ബന്ധമില്ല. പിന്നെ ഈ ബന്ധം എന്തടിസ്ഥാനത്തിലാണ്? രണ്ട് നിലയ്ക്ക് മരുമകളും അമ്മായിമ്മയും തമ്മിൽ ബന്ധമുണ്ടാകുന്നുള്ളൂ. എന്താണ്? ഒന്ന് ദീനിയായൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മൾ എവിടെ വന്നാലും നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളോട് ഡീസൻ്റായി പെരുമാറുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയല്ലേ? അതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാൻ കഴിയണം എന്നുള്ളത് ദീനിയായ ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ദീനിയായ ഒരു മനസ്സുള്ള ഒരു ഉമ്മാൻ്റെ അടുത്ത് ഒരു പ്രശ്നവും മരുമക്കൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തത് എന്താ അറിയൂ, പ്രയോജനാത്മകത മാത്രം പരിഗണിച്ച ബന്ധമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പാത്രം വൃത്തിയായി കിടക്കും, അടുക്കള വൃത്തിയായി കിടക്കും, ബാത്റൂം വൃത്തിയായി കിടക്കും. പണ്ടൊക്കെ നമ്മൾ പൊടിപ്പിച്ച പൊടി വാങ്ങുക ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മല്ലി സ്വന്തം ഉണക്കുക, ഇവിടെ ആളുണ്ട്, മനസ്സിലായി, എല്ലാറ്റിനും ആളുണ്ട്. നമ്മൾ വാപ്പാനെ നോക്കാൻ എന്ത് ചെയ്യേണ്ട, ഒരു ഹോം നേഴ്സ് ആവശ്യമില്ല. ഇവൾ വളരെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തും കല്യാണം കഴിക്കാൻ നിൽക്കണം, അവൻ്റെ കൂടി വന്നാൽ 2-3 ആൾക്കാരായി. പിന്നെ ഈ വീടിന് എന്താ പ്രശ്നം? അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ ഒരു ജോലിക്കാരാണ്. അപ്പോൾ അവർ നന്നായി പണി ചെയ്ത് ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അവർ 2 ദിവസം വീട്ടിൽ പോയാൽ ഇവിടുത്തെ പണി മുടങ്ങും. അപ്പോൾ വീട്ടിൽ പോകണ ഇഷ്ടം ഉണ്ടാവില്ല, അവർ കിടന്നുറങ്ങണ ഇഷ്ടം ഉണ്ടാവില്ല, ബാത്റൂമിൽ അധികം സമയം നിൽക്കണ ഇഷ്ടം ഉണ്ടാവില്ല. അത് വെറും ഇവരിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ മാത്രം പരിഗണിച്ചു കൊണ്ടുള്ള സ്നേഹമാണ്. അപ്പോൾ നന്നായി പണിയെടുത്തന്ന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസം പനിച്ച് കിടന്നാലോ ആകെ പ്രശ്നമായിരിക്കും. ഇതൊക്കെ അപ്പോൾ ഈ 2 ബന്ധങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ആർക്കും കഴിയൂല. കാരണം ഇപ്പോൾ അമ്മായിമ്മനെ പണിയെടുത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തേനേക്കാളും അല്പം ക്വാണ്ടിറ്റി കൂടണ്ടേ നാളെ?
അങ്ങനെ എത്രയേ കൂടുക? പിന്നെ അത് കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ജോലി ചെയ്ത് കൊടുത്തിട്ട് അമ്മായിമ്മനെ പ്രീണിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണ്? മഹാവിഡ്ഢിത്തമാണ്. പല മരുമക്കളും ചെയ്യുക വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറഞ്ഞ് സോപ്പടിച്ച് സുഖിപ്പിച്ച് എന്ത് ചെയ്യാണ്, നല്ല വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രസൻറ്റേഷൻ കൊണ്ടുപോയി കൊടുത്ത്, വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ സന്തോഷിപ്പിച്ചാണ് പോവുക. കുറച്ച് ബുദ്ധിയില്ലേ. വേറെ കുറേ സാധുക്കളായ നിഷ്കളങ്കരായിട്ടുള്ള ഇഖ്ലാസുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും, അവർ ചത്ത് പണിയെടുത്ത് ജീവിതത്തിൽ ചെയ്യാത്ത ജോലികൾ ചെയ്ത് തളർന്നു നോക്കും ഒരു അമ്മായിമാരെ സ്നേഹം കിട്ടാൻ വേണ്ടി. അതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ്. നമ്മൾ പണി ചെയ്യാതിരിക്കും വേണ്ട, പണി ചെയ്ത് മരിക്കും വേണ്ട. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ വീട്ടിൽ എല്ലാവരെയും പോലെ ഒരു പങ്ക് ആരും നിർവഹിക്കണം? ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ പെൺകുട്ടി ജോലി ചെയ്യണ്ടേ? അതേപോലെ ഒരു മകളാണ്, അവൾ ജോലി ചെയ്യണം. പക്ഷെ അവൾ മാത്രമേ ജോലി ചെയ്യേണ്ടുള്ളൂ എന്ന് വരുന്നത് എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ്. അവളും ജോലി ചെയ്യണം, എല്ലാവരും ജോലി ചെയ്യണം. കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഉമ്മ എന്തൊക്കെ പണിയെടുത്തിരുന്നു, ഉമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ പണിയൊക്കെ ഉമ്മ എടുക്കണം. അതിലെല്ലാം ആര് സഹകരിക്കണം? ഇവൾ സഹകരിക്കണം. അവൾ വന്നു എന്നത് ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ ഉമ്മക്കൊരു കാരണമല്ല. കാരണം അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്നൊരു പെൺകുട്ടിനെ എല്ലാ ജോലി ഭാരങ്ങളും അവിടെ തലയിലിട്ട് നമുക്ക് ആരോഗ്യമുണ്ടായിട്ട് മാറി നിൽക്കുന്നത് ശരിയാണോ? അവിടെ അവളെ പരിഗണിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം എന്തേ പരിഹാരമുള്ളൂ? കഴിയണ പണിയെടുക്കുക, ഇതിൻ്റെ അവകാശ കേന്ദ്രമാണെന്ന് വിശ്വസിച്ച് അവിടെ താമസിക്കുക. താൻ കേൾക്കാൻ അർഹതയില്ലാത്ത വാക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്, അതൊരു ശബ്ദമാണെന്ന് മാത്രം വിചാരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മളെന്താ കാട്ടുക? നമ്മളെ കൂടെ തടുക്കാൻ പറ്റും? നമ്മളൊന്നും ഞെട്ടും, പേടിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊരു വിധിയാണ്. എന്തിനും ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളും വിപത്തുക്കളും വാക്കുകളും വരുമ്പോൾ എന്താണ്, അതിൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനതിൽ സങ്കടപ്പെടേണ്ടതില്ല. അതൊക്കെ ഇവരെ ദീനില്ലായ്മയും ഇവരെ തകരാറും പെരുമാറാൻ അറിയാത്ത ദൂഷ്യങ്ങളാണ്. അതിനൊന്നും ഞാൻ ഒരു ടെൻഷൻ അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ സമാധാനമായിട്ട് എവിടെ ജീവിക്കാം, ഒരു പ്രശ്നമല്ല. ഇതിൽ ഈ ഒരു മരുമകൾക്ക് അവളുടെ അമ്മായിയമ്മ, അവരുടെ ഭർത്താവ് നേരത്തെ വളരെ വിവാഹം കഴിഞ്ഞ അധിക കാലമാകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളാണ്. അപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും ഇടക്ക് ഭർത്തൃ വീട്ടിൽ താമസിക്കും, ചിലപ്പോൾ ഭാര്യൻ്റെ വീട്ടിൽ താമസിക്കും. അതിൽ കല്യാണം കഴിഞ്ഞ മുതൽ വളരെയധികം മാനസിക വിഷമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. വീട്ടുജോലിയും മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയും, പരിഹസിക്കും, പിറുപുറത്തു കൊണ്ടിരിക്കും. എന്തു ചെയ്താലും കുറ്റമാണ്. നല്ല രീതിയിൽ എന്നോടൊന്ന് സംസാരിച്ചിട്ടോ ചിരിച്ചിട്ടോ പോലുമില്ല. ഉമ്മ ധരിച്ചു വച്ചിരിക്കുന്നത് ഉമ്മയാണ് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും പഠിച്ചയാൾ, ബാക്കി എല്ലാവരും ഒന്നും അറിയാത്ത ആളാണെന്നാണ്. ആരെയും നല്ലത് പറയില്ല, എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെ മാത്രമല്ല മറ്റു കുടുംബാംഗങ്ങളെയും കുറ്റം പറയുമെന്നാണ് ഇതിൽ പറയുന്നത്. മുമ്പിൽ കാണുമ്പോൾ നല്ലത് പറയും, ഓല് പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കും. ഇതിൽ പറഞ്ഞൊരു പോയിൻറ്റ്, സൗന്ദര്യവും പണവുമുള്ളയാളാണെങ്കിൽ നല്ലത് പറയും, അവരെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഇവർ നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ ഒക്കെയുള്ള വ്യക്തിയാണ്. പക്ഷേ നാവിനെ നിയന്ത്രിക്കാൻ അറിയില്ല. സാമ്പത്തികമായി ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ മനസ്സമാധാനമല്ല. ഭർത്താവിന് നല്ല സ്നേഹമാണ്, ഉമ്മയോട് നല്ല റെസ്പെക്റ്റാണ്. ഭർത്താവ് പറയണത് ഉമ്മാൻ്റെ പണ്ടേയുള്ള സ്വഭാവമാണത്, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല, അതിങ്ങനെ പുറത്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയണത്. ഏറ്റവും അസഹനീയമായി തോന്നിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഇതാണ്, ഈ പുറത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ഏറ്റവും അസഹനീയമായി തോന്നിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത് തന്നെ. ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഉരുകിത്തീരുകയാണ്. ചിലപ്പോൾ തോന്നുന്നത് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് 2 ദിവസം പോയി നിന്നാൽ പിന്നെ മുഖം വീർപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാവില്ലായിരുന്നു. പിന്നെ യാത്ര പോകുമ്പോൾ എല്ലപ്പോഴും ഉമ്മായി കൊണ്ട് മാത്രമേ പോകലുള്ളൂ. എല്ലാം ഉമ്മാൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് തെറ്റുവരാതെ ഉമ്മാനെ ശ്രമിക്കാറുണ്ട്. എന്നാലും പിന്നെ ഒരു നിലക്കും മറ്റു ബന്ധുക്കളോടൊക്കെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് പ്രസക്തമായത്. ഈ ഉമ്മ മാറില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും എന്ത് ചെയ്യണ്ട, ഇവർ പരിഗണിക്കേണ്ട തീരുമാനിച്ചാൽ മതി. എന്തപ്പോൾ അതുകൊണ്ട് പ്രശ്നം? ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കേൾക്കാൻ അർഹതപ്പെട്ടവളല്ല,
ഇത് ഈ സഹോദരിയുടെ ഇല്ലെങ്കിൽ ഈ ഉമ്മയുടെ ഒരു സ്വഭാവ ദൂഷ്യമാണ് എന്നങ്ങ് വിശ്വസിച്ചാൽ എന്തിനാണ് ഈ ടെൻഷൻ? നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നുണ്ട്, അതിന് നമുക്ക് തീരെ ഇടപഴകാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മൾ കാണുന്നില്ല. അവരടുത്ത് എത്തുമ്പോൾ നമ്മൾ അവർക്കനുസരിച്ച് നിൽക്കല്ലേ ചെയ്യുക, അല്ലെ? അതെല്ലാം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ ഏതൊക്കെ തരം മാഷന്മാർ ക്ലാസ്സിൽ വരും? എല്ലാ മാഷന്മാരോടും നമ്മൾ ഒരേ സമീപനാണോ? വളരെ നമ്മളോട് ഫ്രണ്ട്ലി ആയി നിൽക്കുന്നതോടെ നമ്മൾ ഫ്രണ്ട്ലി ആയി നിൽക്കും. കണ്ണുരുട്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു ഭാഗത്ത് അങ്ങനെ ഇരിക്കും, അയാളാ പോണ സമയം വരെ ഒന്ന് സഹിച്ചിരിക്കും. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ, ഇത് നമ്മൾക്ക് ജീവിതത്തിൽ സാധ്യമാകൂ. അല്ലാതെ ഇവിടെയുള്ള എല്ലാവരുടെയും സ്വഭാവങ്ങൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരെയും നല്ലവരാക്കിയിട്ട് ഒരു നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂലല്ലോ. അതുകൊണ്ട് ഇതൊരിക്കലും മാറൂല. അപ്പോൾ എന്ത് ചെയ്യേണ്ട, ഈ സഹോദരിക്ക് പിന്നെ ഇത് കേൾക്കാതിരിക്കുമ്പോൾ അവർക്ക് സമാധാനമുണ്ട്, വീട്ടിൽ പോകുമ്പോൾ അതാ സമാധാനം. ഇത് കേൾക്കാതെക്കുമ്പോൾ അത് ഇവിടെ നിന്നിട്ട് തന്നെ കേൾക്കാതെക്കുക. നമ്മുടെ മുന്നിലുള്ളവരെ നമ്മൾ ചിലപ്പോൾ കാണാതിരിക്കും, നമ്മൾക്ക് അടുത്തിരിക്കുന്ന ശബ്ദം ചിലപ്പോൾ നമ്മൾ കേൾക്കാതിരിക്കും. അതേപോലെ ഇത് കേൾക്കാതിരിക്കുക, ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അപ്പം എന്താ അറിയോ, എനിക്ക് എൻ്റെ ഉമ്മ വായ തുറന്നാൽ ഇനി ഇന്നതാണ് പറയാം, ഇത്ര മണിക്ക് ഇന്നത് പറയും, ഇന്നത് കാണുമ്പോൾ ഇന്നത് പറയും എന്ന് ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടൈം വെച്ച് ഉമ്മൻ്റെ സംസാരം വേണമെങ്കിൽ പറയാൻ കഴിയും. ഒരു ദിവസത്തെ കാര്യം ഒന്ന് വെറുതെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതന്നാണ് കല്യാണം കഴിഞ്ഞത് മുതൽ കേൾക്കുന്നത്. ഇത് ഉമ്മയുടെ ഈ സ്റ്റേഷനിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്താണ്, ആ സ്റ്റേഷൻ തുറന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ഇവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കാനാണ്? ഇവർക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ജീവിതത്തിലൊക്കെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ഉറങ്ങി മുന്നോട്ട് പോവുക. ഇവിടെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളൊരു ഉമ്മ ഉണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ തീർന്നില്ലേ? എത്ര കുട്ടികളാണ് ഈ അനാവശ്യമായി ടെൻഷൻ അടിച്ച് ജീവിതം അവസാനിപ്പിച്ച് ബന്ധങ്ങളെ ഉപേക്ഷിച്ച് ഒക്കെ പോണത്? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതിങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊരു രോഗമുണ്ട്, വേദന ഉണ്ട്, നമ്മൾ ആ വേദന സഹിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം അത് അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വേദനയെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. മരണം വരെ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് മാറും. അത് അവർ ഷുഗറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് മരുന്ന് കഴിച്ചിട്ട്. അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ. വളരെ ദീർഘമായ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇത് മുഴുവനായി വായിക്കണമെങ്കിൽ നമ്മളൊരു എപ്പിസോഡ് പൂർണ്ണമായിട്ട് വേണം. ഏതായാലും അതിൻ്റെ ഒരു ഇത് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 18-ാം വയസ്സിൽ കല്യാണം കഴിയുമ്പോൾ ഒരു 10ൻ്റെ പക്വത പോലും ഇല്ലാത്തൊരു സമയത്താണ്. കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും കേട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു നോക്കി, പക്ഷേ അപ്പോൾ ഉപ്പാക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മാനസികമായി തയ്യാറാകാത്തൊരു സമയത്താണ് കല്യാണം കഴിച്ചത്. ലോൺ എടുത്തിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഓലും കല്യാണം കഴിച്ചത്. പക്ഷേ അധികമൊന്നും സ്വർണം കൊണ്ടല്ല പോയത്, 10 പവനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനം അവർ പറയണ വാക്ക് ഇതാണ്, നീ വന്നതിന് ശേഷം ഞങ്ങളുടെ സമാധാനം പോയി എന്നാണ് അവർ പറയണത്. ഇത് ഓരോ വർഷത്തിലും ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഗർഭമായ സമയത്ത് ഓക്കൊരാൺകുട്ടി ഉണ്ടാവണം, ഇങ്ങോട്ട് ആൺകുട്ടികളെ വല്ലാതെ ഇടങ്ങാറാക്കണം എന്ന് വരെ ഒരു ശപിച്ചു പറഞ്ഞു. പക്ഷേ ഉണ്ടായതൊക്കെ പെൺകുട്ടികളാണ്. ആ വീട്ടിലാണെങ്കിൽ ഭയങ്കര വേർതിരിവാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വേറെ ഭക്ഷണം, പുരുഷന്മാർക്ക് വേറെ ഭക്ഷണം, നല്ലൊരു ചായ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സമയമല്ല. അപ്പോൾ പിന്നെ ചായയും ഇതൊന്നും നല്ലോണം ഇല്ലാന്നിടയിൽ തലവേദന വരും. അപ്പോൾ രോഗിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇവർ കണ്ടെത്തുന്നൊരു കാരണം മോനോടുള്ള അമിത സ്നേഹമാണ് ഇതിനൊക്കെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മോനാണെങ്കിൽ എന്നോട് പറയാണ്, ഉമ്മക്കും പെങ്ങന്മാർക്കും നിന്നെ നല്ലതായാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, ഉമ്മക്കും പെങ്ങന്മാർക്കൊക്കെ ഉഷാറാണെങ്കിൽ ഞാൻ, അങ്ങനെ തുടങ്ങി കുറേ വിഷയങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഭർത്താവിനേ പറ്റൂ. ഇവിടെ ഭർത്താവിൻ്റെ നിലപാടാണ് ഈ സഹോദരി ഇത്രയും അധികം പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണം. അവിടെ നമ്മൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു സമാധാനവും സുരക്ഷിതത്വവും നൽകുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണെന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കാതെ യാതൊരു രക്ഷയില്ല. അതായത് ശരിക്കും എന്താ വെച്ചാൽ ഒരു പാരൻസ്, മാതാപിതാക്കളുടെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണല്ലോ, അല്ലേ? മാതാപിതാക്കളുടെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി കല്യാണം കഴിയുന്ന തലേന്ന് വരെയും അവൾ ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ല. അത്ര സമാധാനത്തിൽ വീട്ടിലെന്ത് ചെയ്തു, ഒരംഗത്തെ പോലെ കഴിഞ്ഞു.
അവിടുന്ന് കൈ പിടിച്ചിട്ട് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ അനുഭവിച്ച അതേ സമാധാനവും സുഖവും ഞാൻ ഇവൾക്ക് നൽകാം, ഇവളെ സംരക്ഷകൻ ഞാനാണെന്ന് പറയാണ്. ആ സംരക്ഷകൻ്റെ വീട്ടിലാണ് എന്ത് ചെയ്യണത്? ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ഒരു നല്ല ചായ കുടിക്കാൻ പോലും കഴിയാതെ കിടക്കണം. ഇനിയിപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇവർ നല്ല നിലക്ക് പെരുമാറാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്തു? അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിൽ നിർബന്ധിച്ച് തൽക്കാലം അവർ നല്ല ഭാവി കിട്ടാനായിരിക്കാം, കട്ടിച്ചു കഴിഞ്ഞാലൊക്കെ റെഡി ആയിക്കോളും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അവളുടെ ഈ ഒരു അവസ്ഥക്കൊരു പരിഹാരമുണ്ടാക്കാൻ ഒന്നില്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ എന്താണ്, ഇവൻ അതിന് ശ്രമിക്കണം. അതുകൊണ്ട് ആ ഭർത്താവ് ശ്രമിക്കാതെ അതിന് യാതൊരു പരിഹാരമില്ല. ഇനി ഈ ഭർത്താവിൽ നിന്ന് അങ്ങനെ ഒരു സംരക്ഷണം കിട്ടാതെ വരുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഇവർക്ക് ക്ഷമിക്കാം. ഇവരിതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകണമെന്ന് യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതിനെന്താ വരും? എനിക്ക് ഇവിടെ സമാധാനപരമായ ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് എനിക്ക് താമസിക്കാൻ കഴിയുള്ളൂ എന്ന സത്യസന്ധമായി പറയാം. ഒരു പണക്കല്ല, വാശിയല്ല. എനിക്കവിടെ നമ്മളോട് ഇപ്പോൾ ഈ ചോദ്യത്തിൽ പറയുമ്പോൾ അവർക്ക് കഴിയാത്ത കാര്യമില്ല ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കാൻ പറ്റൂല, എനിക്ക് നിങ്ങളെ കൂടെ വന്ന് താമസിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊന്നും സഹിച്ച് നിന്നാൽ ഞാനൊരു മാനസിക രോഗിയായി പോകും. അതുകൊണ്ട് അവിടുത്തെ ഒരു സാഹചര്യം നേരാകുമ്പോൾ ഞാൻ വരാം എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? അയാൾക്ക് തിരിച്ചറിവുണ്ടാവും, എൻ്റെ വൈഫിന് അവിടെ താമസിക്കാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്നോ എന്ന് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കലാണ് എന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റണം. എൻ്റെ മക്കളെയും സംരക്ഷിച്ച് ഞാൻ എന്ത് ചെയ്തോളാം, ഒരു തൊഴിലെടുത്ത് ജീവിച്ചു പോയാലും എനിക്ക് സ്വൈരമായി ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം. ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടവർ പരിഹാരമുണ്ടാക്കാതിരുന്നാൽ പ്രശ്നങ്ങൾക്ക് വിധേയമാകുന്നവർ എന്ത് ചെയ്യണം? വേറൊരു പരിഹാരത്തിൻ്റെ വഴി കണ്ടെത്തണം. ഇപ്പോൾ ഇയാൾ ഇത്രയും നിരുത്തരവാദപരമായിട്ട് പെരുമാറുമ്പോൾ അവരെ പ്രശ്നത്തിന് അവരൊരു പരിഹാരം ഉണ്ടാക്കണം. അതും ഇല്ലാതെ വരുമ്പോൾ കാലാകാലം ഇത് സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഈ മരുമകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു മരുമക്കളെ പോലെയല്ല. നമ്മളവരുടെ കേസിലൊക്കെ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭർത്താവിൻ്റെ പിന്തുണ ഉണ്ട്, സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊടുന്ന് തള്ളിയിട്ട് എന്താണ്, ഉമ്മയും പെങ്ങന്മാരൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അവൾ നിവർത്തില്ലാതെ ജീവിക്കണം അവിടെ. ഇത് വേറൊരവസ്ഥയാണ്. ഇതിലൊക്കെ സ്വന്തം ചിന്തിച്ച് അവനവൻ്റെ ഭാവിക്ക് എന്ത് ചെയ്യണമെന്ന് സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടി വരും ഇവരൊക്കെ. ഇതിൽ ഭർത്താവും മക്കളൊക്കെ ഉള്ള ആളാണ്. ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ഒപ്പമാണ് താമസിക്കുന്നത്. ഉമ്മയും ഉപ്പയൊക്കെ എല്ലാവരും, ഭർത്താവൊക്കെ നല്ല ദീനീനിഷ്ഠമുള്ള ആളുകളാണ്. പക്ഷേ ഈ മാതാപിതാക്കളുടെ അമിതമായ കുടുംബജീവിതത്തിൽ ഇടപെടൽ ജീവിതം വല്ലാതെ ദുരിതത്തിലാക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ പോലും എന്നെ സ്വന്തമായി ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല, കുഞ്ഞു കരഞ്ഞാൽ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അങ്ങനെ എല്ലാത്തിലും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മാതാപിതാക്കൾ പറയുന്നത് കേട്ട് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് എന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിലും അവരുടെ കൂടെ നിന്ന് എന്നോട് വഴക്കിടും. എല്ലാവരുടെ മുന്നിലും എന്നെ വഷളാക്കും, ഉപദ്രവിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സാധാരണ ഉണ്ടാകാറുള്ള അതുപോലെ ചെറിയ ചെറിയ വഴക്കുകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും മാതാപിതാക്കൾ ഇടപെടുമ്പോൾ അത് വലുതാകും. ഒന്നും പരിഹരിച്ച് തന്നിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ വഷളാക്കി വീട്ടുകാരെ, കുടുംബക്കാരെ വിളിച്ച് ഞങ്ങളെ വേർപ്പെടുത്തുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്താറുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എനിക്ക് ഇപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. വളരെ ദേഷ്യമാണ് എല്ലാവരോടും. എൻ്റെ മനോനില തെറ്റിപ്പോകുമോ എന്ന് പോലും തോന്നും. എൻ്റെ വീട്ടുകാർ പോലും എന്നെ കുറ്റപ്പെടുത്തും. ക്ഷമിച്ചും സഹിച്ചും ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തു ചെയ്യും? എൻ്റെ മാതാപിതാക്കൾ എന്നോട് എന്ത് കാണിച്ചാലും പ്രതികരിക്കില്ല. ബന്ധം നിലനിന്നു പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഭർത്താവുമായവർ പിരിഞ്ഞു കഴിയുന്ന സാഹചര്യമുണ്ട്. ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഇടപെടൽ മൂലമുണ്ടായ വാക്ക് തർക്കം കൂടുതൽ വഷളായി. രണ്ട് വൈക്കായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ഭർത്താവ് എന്ത് പണം കിട്ടുന്നതും പിന്നെ ഉമ്മയെയാണ് ഏൽപ്പിക്കുക. എന്നിട്ട് ഉമ്മാനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് വേണം പൈസ കിട്ടാൻ. അപ്പോൾ ഉമ്മാനോട് ചോദിക്കണതിന് പ്രയാസം ഉണ്ടാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിട്ട് ഉമ്മാനോട് ചോദിക്കണ്ടേ. അപ്പോൾ ഭർത്താവ് പറയണത് എൻ്റെ ഉമ്മയല്ലേ, നീ നിൻ്റെ ഉമ്മയെ പോലെ കണ്ട് ചോദിച്ചാൽ മതി എന്നാണ് ഭർത്താവ് പറഞ്ഞത്. നിൻ്റെ ഉപ്പാനോടല്ലേ നിങ്ങൾ ഇത്ര കാലം ആവശ്യം ചോദിച്ചത്, അതേപോലെ എൻ്റെ ഉമ്മാനോടും ചോദിച്ചാൽ മതി എന്ന ഒരു വാചകത്തിലാണ് പറയണത്. അപ്പോൾ അങ്ങനെ പ്രയാസമുണ്ട് എന്നാണ് ചുരുക്കം. ഇവിടെ ഭർത്താവിൻ്റെ ഒരു പിന്തുണ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കുറേയൊക്കെ.
ഇവിടെ അദ്ദേഹത്തിന് ചില നിസ്സഹായതകൾ ഉണ്ട് എന്നേ ഉള്ളൂ. മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഈ ഭർത്താക്കന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് നമുക്കിവിടെ ഉറപ്പെടുത്താണത്. അതായത് നമ്മളുടെ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രൈവസിയിൽ പാരൻസിനെ എന്ത് ചെയ്യാണ് കൂടുതലായി ഇടപെടാൻ അനുവദിക്കുക എന്നുള്ളത്. അതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മകനായി ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കാര്യത്തിൽ ഉമ്മയും വാപ്പയും നന്നായി ഇടപെട്ടിരിക്കും. ഈ ഇടപെടൽ എന്ത് ചെയ്യാണ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞാലും. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ വാപ്പയിൽ ഉമ്മയിൽ നിന്നും എന്താണ് മാറ്റി നിർത്തേണ്ട ചില സ്വകാര്യതകൾ ഇവർക്കുണ്ടല്ലോ, അതില്ലേ? ഇപ്പോൾ ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെയും മാനസിക ബന്ധങ്ങളെയും ഒക്കെ ഇപ്പോൾ ഉമ്മനും വാപ്പനും അപ്ഡേറ്റ് ചെയ്യൂ? ഇല്ല. ഇതുവരെ ഒക്കെ പറയാമായിരുന്നു. ഒരു വിവാഹം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ എന്താണ് അവന് പറയാൻ പറ്റാത്തത്? പക്ഷെ വിവാഹം കഴിച്ചാൽ ഇത് പറയാൻ പറ്റൂല. ഇപ്പോൾ ഈ വൈഫിന് എന്ത് അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വാപ്പനോടും ഉമ്മനോടും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇനി ഇവൾക്ക് എന്തെങ്കിലും കാശോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് എന്ത് ന്യായമാണ്? അത് ഉമ്മനോട് ചോദിക്കാൻ എന്ത് ന്യായമാണ് അവൾക്കുള്ളത്? ഞാനാണ് എനിക്ക് പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ പൈസ, അവനല്ല എൻ്റെ കല്യാണം കഴിച്ച് എന്ന് ഉമ്മ പറഞ്ഞാൽ എന്ത് മറുപടി പറയും? അപ്പോൾ ഇവിടെ എന്താണ്, ഞാനൊരു വിവാഹം കഴിച്ച് ഞാനൊരു കുടുംബമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ പ്രൈവസി ഉണ്ട്, ഞങ്ങൾക്കൊരു വേറെ കുടുംബമുണ്ട് എന്ന് തിരിച്ചു ഇതൊക്കെ അമ്മാനോട് പോയി പറയും, ഒക്കെ വാപ്പാനോട് പോയി പറയും. അതായത് യാതൊരുവിധ പ്രൈവസി ഇല്ല. ഇവൾക്ക് എന്തെങ്കിലും ഇവനോട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്ത് ചെയ്യും, അതവിടെ അറിയും. എന്തൊരവസ്ഥയാണ്. ചില പെൺകുട്ടികളൊക്കെ പറയും ഇവർക്കൊക്കെ ഈ പീരിയഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പാഡ് വാങ്ങണമെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഉമ്മനോട് പോയി ചോദിക്കണം. എങ്ങനെയാണ് അതൊക്കെ സാധ്യമാവണം? സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുത്തിട്ട് ഭർത്താവും കൂടെ അറിയാതെ അവരെന്ത് ചെയ്യും, പലപ്പോഴും അവർ നിർവഹിക്കുന്ന സ്വകാര്യതകളെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് വാങ്ങി കൊടുക്കാൻ വരെ കഴിയാതെ വീട് കഴിഞ്ഞ ആൾക്കാരുണ്ട്. അവനവൻ്റെ കുട്ടികൾക്ക് ഒരു ഫുഡ് വേണം. അപ്പോൾ ഇവിടെ മുന്നേ കുട്ടികൾക്കൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, എൻ്റെ പെൺകുട്ടികൾക്കൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അതിന് പോലും എങ്ങനെയാണ് അവിടെയൊക്കെ ജീവിച്ച് പോവുക? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു കുടുംബം എന്നതിലേക്ക് നമ്മൾ വിവാഹം കഴിയുമ്പോൾ എന്താണ്, വാപ്പനും ഇമ്മനും മാറ്റി നിർത്തി ഒന്നും വേണ്ട. പക്ഷേ നമുക്ക് ചില സ്വകാര്യതകളുണ്ട്. എല്ലാം വാപ്പനോടും ഉമ്മയോടും പറയാൻ പറ്റില്ല. നമുക്ക് ചില ആവശ്യങ്ങളുണ്ട്, നമുക്കൊരു ബഡ്ജറ്റ് വേണം, നമുക്കൊരു പ്രൈവസി വേണം. എല്ലാതും ഒരു കുടുംബം എന്നതിലേക്ക് എന്ത് ചെയ്യണം, ആ വീട്ടിലുള്ളത് പോലെയുള്ള ഒരു ഇടം നമുക്കുണ്ട്, ഒരു സ്വകാര്യ റൂം നമുക്കുണ്ടാവില്ലേ കല്യാണം കഴിഞ്ഞാൽ അല്ലേ? അതേപോലെ തന്നെ കുറേ സ്വകാര്യതകൾ നമുക്കുണ്ട് എന്നെന്ത് ചെയ്യണം, പറയാൻ പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോൾ പ്രസവിക്കണം, എപ്പോൾ ഗർഭം ധരിക്കണം, എപ്പോൾ ഡ്രസ്സ് എടുക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം, ഇത് മുഴുവനും വീട്ടുകാരെ കൺട്രോളിലായാൽ എങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ ഇവിടെ എന്താണ്, ഈ സ്വകാര്യത അനുവദിച്ചു കൊടുക്കാൻ മാതാപിതാക്കളും തയ്യാറാവണം, ഇവരും തയ്യാറാവണം. അപ്പോഴേ പറ്റുള്ളൂ. മറ്റൊരു ചോദ്യം, നമ്മൾ യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ ഇടം എവിടെയാണ്? അങ്ങനെയാണ് ചോദ്യത്തിൻ്റെ തുടക്കം. മകളായിരിക്കുമ്പോൾ പോലും ഇത് നിൻ്റെ വീടല്ല, കെട്ടിച്ചു വിടേണ്ടവളാണ് എന്ന് കേട്ട് വളർന്നു. വിവാഹം കഴിഞ്ഞ് കയറി ചെന്ന വീട്ടിൽ ഇത് നിൻ്റെ വീടല്ല, നീ വന്നു കയറിയവളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിൻ്റെ വീട്ടിൽ പോ എന്ന് ആട്ടി ഓടിക്കും. ജനിച്ചു വളർന്ന് സ്വന്തമെന്ന് പറയപ്പെടുന്ന വീട്ടിൽ ചെന്നാൽ നിന്നെ കെട്ടിച്ചയച്ചതല്ലേ, നാണക്കേടുണ്ടാക്കാൻ വന്നതാണോ, ക്ഷമിച്ചു നിന്നൂടെ എന്ന് ചോദിക്കും. എവിടെയാണ് പെണ്ണിൻ്റെ ഇടം? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ഖുർആനിൽ പറയണ്ടല്ലോ, അർ റിജാലു ഖവ്വാമൂന അലൻ നിസാ. എന്താണ് അതിൻ്റെ അർത്ഥം? സ്ത്രീകളെ എന്താണ് കൈകാര്യം ചെയ്ത് നോക്കി നടത്താൻ അതിൻ്റെ കടമ ആർക്കാണ്? ഒരു പുരുഷനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഒരു സ്ത്രീ അനാഥയല്ല, അവൾക്ക് എപ്പോഴും ഒരു പുരുഷൻ ഉണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നവരെ വാപ്പയാണ്. അപ്പോൾ ഇതെൻ്റെ വീടല്ല അറിയാൻ പറ്റില്ല. അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, സംരക്ഷണം കൊടുക്കേണ്ടത് വാപ്പൻ്റെ കഴിവ്. ആ വാപ്പ കൊടുക്കുന്ന സൗകര്യങ്ങളിലാണ് അവൾ ജീവിക്കുന്നത്. അത് അവളുടെ വീട് തന്നെയാണ്. ആ വാപ്പയമ്മയും മരിച്ചാലും അവൾക്ക് അവിടെ എന്തുണ്ട്, ഒരവകാശമുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ അവൾ വിവാഹം കഴിയുന്നത് വരെ അവളുടെ വീട് എവിടെ തന്നെയാണ്? വിവാഹം കഴിഞ്ഞാലും അവളുടെ വീടാണത്. അത് ആങ്ങളമാർക്ക് ആർക്കെങ്കിലും പങ്കുവെച്ച് അനന്തരാവകാശമായി കൊടുക്കുന്നത് വരെ അവളുടെ വീടാണത്. ഭർത്താവ് ഡൈവേഴ്സ് ചെയ്യാലോ, അവൾ എങ്ങടെ പോവുക? അവൾ ആ വീട്ടിലേക്കാണ് തിരിച്ചു പോവുക. ആ വലിയൻ്റെ അടുക്കലേക്കാണ് തിരിച്ചു പോവുക. ആരാണോ വിവാഹം ചെയ്ത് അയച്ചത് അയാളിലേക്ക് തിരിച്ചു പോകും.
മനസ്സിലായി? അതല്ലെങ്കിൽ വാപ്പല്ലെങ്കിൽ ആ വീടിനൊരു നാഥനുണ്ടാകും. അതൊരാണായിരിക്കും, ജ്യേഷ്ഠനാവാം, അനുജനാവാം. അയാളുടെ സംരക്ഷണത്തിൽ അവൾ ജീവിക്കും. വിവാഹം കഴിഞ്ഞാലോ ഭർത്താവാണ്. അപ്പം ആ ഭർത്താവ്, അപ്പോൾ അവൾ വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിലും അത് ഭർത്താവിൻ്റെ അനുവാദത്തോടെയും സമ്മതത്തോടെയും സംരക്ഷണത്തിലാണ് അവിടെ താമസിക്കണത്. മനസ്സിലായി? അപ്പോൾ അവൾക്ക് അവിടെ താമസിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവൾ ആരോടാ പറയേണ്ടത്? ഭർത്താവിനോട്. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അയാളതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. അവൾ വീട്ടിൽ പോകണ്ട. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് വീട്ടിൽ പോകണത്? വീട്ടിലേക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് പോകണത്? ശരി. അപ്പോൾ അവിടെ ഒരു ഗാർഡിയൻ ഉണ്ട്, അയാൾ ഉത്തരവാദിത്വം. അപ്പോൾ എവിടെ ഒരു സ്ത്രീ വിഷമം അനുഭവിക്കുന്നുവോ അവിടെ ഒരു പുരുഷൻ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ത്രീ സങ്കടപ്പെടുന്നുവെങ്കിൽ ആ കണ്ണീരിൽ ഒരു പുരുഷന് പങ്കുണ്ട്. അത് വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ വാപ്പയ്ക്ക് പങ്കുണ്ട്, വിവാഹം കഴിഞ്ഞവളാണെങ്കിൽ ഭർത്താവിന് പങ്കുണ്ട്. അപ്പോൾ ഇവളീ പറയുന്ന വേദനകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ തനിക്കൊരിടമുണ്ടെന്ന് പോലും ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ വിവാഹം കഴിച്ചവൻ എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇടം എവിടെയെന്ന് ചോദിക്കുന്നത്. അതല്ലാതെ ഇത് മതപരമായൊരു കൺഫ്യൂഷൻ അല്ല, മറിച്ച് എന്താണ്, അവളുടെ അനുഭവത്തിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. കാരണം ഭർത്തൃ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ല, സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ ജീവിക്കുന്ന കാലത്ത് വാപ്പയും ഉമ്മയും അവളെ ഒരു മകളായി പൂർണ്ണമായും ഇത് നിൻ്റെ വീടാണ്, നീ ഇവിടെയുണ്ട് എന്നൊരു ഫീലിംഗ് അവൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. അവിടെയൊക്കെ സംരക്ഷിച്ചവരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളിൽ നിന്ന് ഉണ്ടായ ചോദ്യമാണിത്. അവൾക്കൊരിടമുണ്ട്, എന്നും അവൾക്കൊരിടമുണ്ട്. അതെ, അപ്പോൾ ഇത് ഇസ്ലാമിലെ സ്ത്രീയുടെ ഇടത്തെക്കുറിച്ചുള്ള ചോദ്യം, അവരുടെ അനുഭവത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ. ഇതിൽ മറ്റൊരു ചോദ്യം, ഭർത്താവിൻ്റെ വീട്ടിലെ ഉപ്പക്കും ഉമ്മക്കും എന്നോട് ദേഷ്യവും അകൽച്ചയും എന്നെ മാനസികമായി എപ്പോഴും തളർത്തുന്ന ഒന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ക്ഷമ എന്ന അള്ളാഹു പഠിപ്പിച്ച ആ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഞാനൊന്നും കൂടുതലായി സംസാരിക്കാറില്ല. ഉപ്പയും ഉമ്മയും ചെറിയ കാര്യം പോലും നെഗറ്റീവായിട്ട് എടുക്കും, അതിനാൽ ഞാൻ മിണ്ടാറേയില്ല എന്ന് പറയാം, അത്യാവശ്യമെങ്കിൽ മാത്രം. ഇവിടെ വെച്ചൊരു പാത്രം കണ്ടിരുന്നു എന്ന് ചോദിച്ചാലും പിന്നെ നിർത്താതെ എന്തൊക്കെയോ പറയും. ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി എങ്ങനെയാകും എന്നാലോചിച്ച് നല്ല ടെൻഷനാണ്. എന്തു ചെയ്യും? നാവുകൊണ്ടുള്ള വാക്കുകൾക്ക് ഇന്നും ഒരു അവസാനമായിട്ടില്ല. എന്നാൽ ഉപ്പ ഉമ്മ എന്ന പദവി ആലോചിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യുക? ഇത് വെച്ചാൽ ഉപ്പ മകൾ എന്ന നിലക്ക് അവർ കാണുമ്പോഴേ അവൾക്ക് അവരെ ഉപ്പ അമ്മ നിലക്ക് കാണാൻ കഴിയും. അങ്ങനെയല്ലേ? ഒരു പെൺകുട്ടി മകളാകുമ്പോൾ സ്വാഭാവികമായും അപ്പോഴല്ലേ ഉപ്പ ഉണ്ടാവുന്നത്. ഒരു ഉപ്പ ഉണ്ടാകുമ്പോഴല്ലേ മകളുണ്ടാവുക. അപ്പോൾ ഇവള് മകളുമല്ല, അവർ വാപ്പി ഉമ്മയല്ല. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ഒരു വീട്ടിൽ നമ്മൾ കഴിയുമ്പോൾ സ്വാഭാവികമായും അവരെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളാരും മക്കളുടെ ഭാര്യമാരെ ശത്രുക്കളാണ് ഉമ്മമാർ വാപ്പമാർ നമ്മൾ പറയണില്ല. ഇവിടെ എല്ലാ വീട്ടിലും മരുമക്കളില്ലേ? പക്ഷേ എല്ലാ വീട്ടിലത്തെയും മരുമക്കൾ ഇതേപോലെ നമുക്ക് ചോദ്യം തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ അപൂർവമായ കാര്യമാണല്ലോ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളാത്തവരാണത്. രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉൾക്കൊള്ളുന്നില്ല. അതാണ് ഈ മരുമക്കൾ അമ്മായിമ്മ പ്രശ്നത്തിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യാച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരു വാപ്പയും ഉമ്മനും കിട്ടുന്ന അതേ അനുഭവങ്ങൾ വേണം. അത് അമ്മായിമ്മയിൽ നിന്നും അമ്മോശയിൽ നിന്നും പ്രതീക്ഷിച്ചാൽ എല്ലായിടത്തും നിന്നും കിട്ടൂല. കിട്ടണവരുണ്ടാവാം, കിട്ടാത്തവരെന്തെന്നത് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. വേറൊരു പരിഹാരം നമുക്കതിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ക്ഷമിക്കേണ്ടെന്നൊരു ആവശ്യമില്ല. ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ പറയുന്നതൊക്കെ അതേ ആത്മാർത്ഥതയിൽ കണ്ട് ആ ചീത്തയൊക്കെ കേട്ട് എന്തിന് നമ്മൾ അർഹിക്കാത്തൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് സമാധാനത്തോടെ ജീവിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ വീടാണ്, ഇവിടെ എനിക്ക് അവകാശമുണ്ട്, എൻ്റെ ഭർത്താവാണ് ഇവിടെ അധ്വാനിച്ച് കൊണ്ടുവരുന്നത്, അവിടെ ആ ഭക്ഷണം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന നിലക്ക് സമാധാനമായിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ശബ്ദമെന്ന് മാത്രം വിചാരിക്കുക. അടുത്തതൊരു നിർദ്ദേശമാണ്. പ്രവാസി ഭാര്യമാരുടെ വേദനകൾ ഒരു എപ്പിസോഡാക്കണം. വളരെ പ്രയാസപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. എല്ലാവരുമല്ല, അധികം ആളുകളും.
അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാകണം എന്നാണ് ഈ നിർദ്ദേശം. പക്ഷെ നമുക്ക് അടുത്തത് അതാക്കുന്നാല് ഇൻഷാ അടുത്ത നമുക്കത് എടുക്കാം. അത്തരം ചോദ്യങ്ങൾ അവരയക്കട്ടെ. ഇൻഷാ അല്ലാ. തീർച്ചയായും നമ്മളത് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ധാരാളം വിഷയങ്ങളിൽ തീരുമാനം ലഭിക്കണമെന്ന് സഹോദരിമാർ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ, അതിൻ്റെ മതപരമായ വശങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാ. ഭർത്തൃപിതാവിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു നോട്ടമാണ് അനുഭവപ്പെട്ടതെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഉപ്പയെപ്പോലെ കാണുവാൻ പറ്റുന്നില്ല, എന്താണ് പരിഹാരം? ഇതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ മഹറമ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പം അമ്മോശൻ മഹറമാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മാതാവ് മഹറമാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൽ ഇവിടെ വലിയ തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെപ്പോലെ നിങ്ങളുടെ അമ്മായിമ്മയെ കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മഹറമാണെന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വസ്ത്രങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതിനൊന്നും സൂക്ഷ്മത കുറവ് കാണിക്കാൻ പറ്റില്ല. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്കറിയാം, ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ പെങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മളിപ്പോൾ ഈ മറകളില്ല എന്ന് പറയുമ്പോൾ അവിടെ കുറേ മറകളില്ലേ? ഇപ്പോൾ നമ്മുടെ സ്വന്തം മകളാന്ന് വിചാരിക്കും, അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൾ ഡ്രസ്സ് ചെയ്യണം നമ്മുടെ മുന്നിൽ നിന്നല്ലല്ലോ. അവൾ ഡ്രസ്സിങ് റൂമിൽ കയറുമ്പോൾ നമ്മളവിടെ നിൽക്കാൻ പാടില്ലല്ലോ. വാപ്പേനെ അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം എന്താ ഇവിടെ എന്താ വെച്ചാൽ ഈ മഹറം എന്നുള്ളത് പറയുന്നതോടുകൂടെ എന്താണ്, അമ്മോശൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഡ്രസ്സും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതേപോലെ അമ്മായിമ്മമാർ മരുമക്കൾ ആയ പുരുഷന്മാർ, ചെറുപ്പക്കാരായ പയ്യന്മാരായിരിക്കും, അവരെ മുന്നിൽ നിൽക്കുമ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ആ ഹിജാബുകളൊക്കെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടല്ലെങ്കിലും നമ്മളതൊക്കെ പാലിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ നിരന്തരമുള്ള കാഴ്ചയും സംസാരം. ഇപ്പോൾ ഈ അമ്പോഷം എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരം വീട്ടിലുള്ള ആളല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോരോ ജോലികൾ ചെയ്യുക, പണിയെടുക്കുക, അലക്കുക, ഈ സന്ദർഭത്തിലൊക്കെ ഇവർ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കണം. പാലിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊരു പൊതു ഉപദേശമാണ്. പാലിച്ചാലും ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്താണ്, അത്തരം ഒരു എന്തായിരുന്നാലും സ്ത്രീകൾക്ക് മനസ്സിലാകും ഒരു പുരുഷൻ തെറ്റായ നോട്ടമാണോ, തെറ്റായ കാര്യം, അങ്ങനെ തെറ്റായ പെരുമാറ്റമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഉടനെ തിരിച്ചറിഞ്ഞ് പരിഹാരം ഉണ്ടാക്കണം. അത് നമുക്കത് നമ്മുടെ ഭർത്താവിനോടോ ഒക്കെ അത് പറയണമെങ്കിൽ നമുക്കത് വളരെ കറക്റ്റായിട്ട് ബോധ്യപ്പെടണം. വെറുതെ ഒരു സംശയത്തിൻ്റെ പേര് പറയരുത്. കാരണം അത് വാപ്പയും മക്കളൊക്കെ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ മാറും. അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയോട് തന്നെ നിങ്ങൾക്ക് വെറുപ്പാവും. വാപ്പനെ പറ്റി ആരോപണം പറഞ്ഞു എന്നില്ലല്ലോ കായിത്തീരും. അപ്പോൾ അത് നല്ല തെളിവോടുകൂടെ ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ എന്താ അറിയോ, ഇത് അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ഇപ്പോൾ ഇയാളുടെ ഭാര്യ തന്നെ, അതായത് അമ്മായിമ്മ തന്നെ അറിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാവും. ഈ തെറ്റായ അമ്മോശൻ്റെ ഇടപെടലുകൾ മുന്നോട്ട് പോയാൽ അയാളുടെ അഭിമാനത്തെ ബാധിക്കും. അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. മകന് വാപ്പനെ വാപ്പയായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ വരും. നാട്ടിൽ അപമാനിതരാവും. ധാരാളം പ്രശ്നങ്ങൾ വരും. അപ്പോൾ മനുഷ്യന്മാരല്ലേ, ഇത്തരം തെറ്റുകളുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഭർത്താവിന്, ഇതിനൊന്നും ഭർത്താക്കന്മാർ സപ്പോർട്ട് ചെയ്യൂല. അവരതിന് വേഗം പരിഹാരം ഉണ്ടാക്കും. പക്ഷേ അത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ചുരുങ്ങി എന്ത് പറയാം, വാപ്പ ഇങ്ങനെയൊക്കെ ഒരു തെറ്റായ രൂപത്തിൽ പെരുമാറുന്നുണ്ടോ നിങ്ങളൊന്ന് നിരീക്ഷിക്കും. ചിലപ്പോൾ എൻ്റെ സംശയമാവും. ഞാനിപ്പോൾ ഇത് വിശ്വസിച്ചിട്ടില്ല, നിങ്ങളൊന്ന് നിരീക്ഷിക്കും. അപ്പോൾ അയാൾ നിരീക്ഷിച്ചോളും. അപ്പോൾ അയാൾ പറയും എന്താണ്, അത് എൻ്റെ ഒരു സംശയമാണ്, അല്ല എനിക്കും അത് ബോധ്യപ്പെട്ടു. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത്. നമ്മൾ പറയണ്ട, നമ്മൾ തീരുമാനം പറയണത് ഉപ്പാൻ്റെ നോട്ടത്തിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ പറയണ്ട. എനിക്കിങ്ങനെ തോന്നുക, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കും, എന്നിട്ട് നിങ്ങൾക്ക് തോന്നണം എന്താണെന്നൊന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമായല്ലോ, ഉണ്ട് എന്നറിയണമെങ്കിൽ ഇനി പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് പറയാം. ഈസി കാര്യങ്ങൾ, അതൊന്നും ഒരു വലിയൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തണം, അല്ലെങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും ഭാവിയിൽ. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് വന്ന മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇതേ ചോദ്യങ്ങൾ തന്നെ മറ്റൊരവസരത്തിൽ എടുക്കും. പിന്നെ വന്ന ചോദ്യങ്ങളിൽ നിന്ന് എൻ്റെ വിഷയം വന്നിട്ടില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ മറുപടികളിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരിക്കലും ഇത് ഒരു മരുമകൾക്ക് മാത്രമുള്ള ഉപദേശമല്ല. ഇതിൽ
ഭർത്തൃമാതാക്കന്മാർക്ക്, ഭർത്താവിൻ്റെ പിതാക്കൾക്ക്, അതുപോലെ ഭർത്താക്കന്മാർക്ക്, കുടുംബത്തിന് മൊത്തത്തിലുള്ള ധാരാളം ഉപദേശങ്ങൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ലൈവായി യൂട്യൂബിലും ഫേസ്ബുക്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ തന്നെ കമൻറ്റ് ചെയ്യാം. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് പ്രവാസി ഭാര്യമാരുടെ പ്രശ്നങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.